സന്തോഷം എന്നൊക്കെ പറഞ്ഞാലില്ലേ എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാമോ ഞാൻ ഈ പേരൻ്റൽ ലീവ് കൊണ്ട് എൻജോയ് ചെയ്തത്. ഓണം, ദീപാവലി, മോളുടെ ബർത്ത്ഡേ, ഇപ്പോൾ ഇതാ ഗീതുവിൻ്റെ എൻഗേജ്മെൻറ്റ്. ഗീതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമൻ, ഇതാണ് എൻ്റെ മാമൻ്റെ ഇളയ മോളാണ്. അവൾ ലണ്ടനിൽ സെറ്റിൽഡാണ്. ഇപ്പോൾ എൻഗേജ്മെൻറ്റിനായിട്ട് വന്നതാണ് കേട്ടോ. ഗോപിക മൂത്താൾ, ഞാനും അവളും തമ്മിൽ ഓരോ ദിവസത്തിന് വ്യത്യാസമേ ഉള്ളൂ. അവർ കുവൈറ്റിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഗോപികയുടെ മോനെ ഇപ്പോൾ കണ്ട ദേവൻ. അങ്ങനെ എന്താ പറയുക, കമോഞ്ചേരിയിലാണ് അമ്മയുടെ വീട്. അപ്പോൾ നമ്മൾ രാവിലെ എൻഗേജ്മെൻറ്റിനായിട്ട് വന്നതാണ്. എൻഗേജ്മെൻറ്റിൻ്റെ പരിപാടികൾ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ചൊക്കെ എടുത്തുള്ളൂ. നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വിഷ്ണു, മാമൻ്റെ മൂത്ത മരുമോൻ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഗോപിക. ഒരുമിച്ചാണ് ഞങ്ങൾ വളർന്നതൊക്കെ. സ്കൂളിലായാലും വീട്ടിലായാലും ഒക്കെ ഒരുപാട് ഒരുമിച്ച് നിന്നവരാണ് ഞങ്ങൾ. അതൊക്കെ കുഞ്ഞിലെ. ഇപ്പം പിന്നെ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നമുക്കൊക്കെ ഒരുപാട് ഒരുമിച്ച് നിൽക്കാനും വളരാനും വഴക്ക് കൂടാനും കളിക്കാനും കഴിക്കാനും ഒക്കെ പറ്റി. പക്ഷേ എങ്കിൽ മോനും ദേവനും ഒക്കെ കാണുമ്പം കസിൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്, അങ്ങനെയൊക്കെ. പക്ഷേ ഇതിപ്പം നമുക്ക് ഒരുമിച്ച് രണ്ടുപേരെയും കൂടെ കിട്ടിയ ഒരു സമയം. കാരണം രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് വെക്കേഷൻ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ എന്തായാലും പിള്ളേർക്ക് രണ്ടിനെ ഒരുമിച്ച് കാണാൻ പറ്റി. എൻഗേജ്മെൻറ്റിൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേവനെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോരുന്നു. അവർ രണ്ടുപേരോടെ കണ്ടപ്പോഴത്തേനും കാത്തിമോനും ദേവനും കൂടെ വന്നപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആട്ടോ. കളിക്കാനും ഒക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രണ്ടുപേരും കൂടെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നു, ഇവിടെ ഒന്നും കളിക്കാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം എന്ത് ബുദ്ധി തോന്നിയിട്ടാണെന്ന് അറിയത്തില്ല. രണ്ട് എണ്ണത്തിനെയും കൂടെ ഞാൻ പറഞ്ഞ് താഴെ കണ്ടത്തിൽ പോയി മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞാനോർത്തു പിള്ളേർ ഇപ്പം അവിടെ പോയിട്ട് ഭയങ്കര മീനെയും പിടിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരും, ബഹളം ഒന്നും വയ്ക്കത്തില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ രണ്ടിനെയും പറഞ്ഞു വിട്ടു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും കാണുന്നില്ല. പിന്നെ അവസാനം മാളുവിനെയും കൂട്ടി ഞാൻ കൺമണിയും കൊണ്ടാണ് ഞാനും വന്നിട്ട്. അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എനിക്ക് സമാധാനം തരാതായി. പിള്ളേർ എന്ത് ചെയ്യുന്നു, പോയി നോക്ക് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ താഴെ നമ്മുടെ വയലിൻ്റെ ഒക്കെ തൊട്ട് മേളിൽ കൂടെ ഉള്ള ചെറിയൊരു ചാല് പോലത്തെ സ്ഥലം കേട്ടോ. പക്ഷെ എന്നാൽ ഇവിടെ മറ്റേ മാനത്ത് കണ്ണി എന്നൊക്കെ പറയുന്ന കുഞ്ഞു മീനുകളില്ലേ, അതൊക്കെ ഉണ്ട്. വേണമെന്ന് വെച്ചാൽ ഈ തോർത്തൊക്കെ ഇട്ട് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ വെള്ളത്തിലിറങ്ങിയിട്ട് കുറച്ച് നേരം ഞാനും അനിയത്തിയും കൂടെ ഒക്കെ വെള്ളത്തിൽ നിന്ന് മീനെ പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ വഴക്കാവും. അത് കഴിയുമ്പോൾ അവരൊരു തന്നെത്താനെ കഴുത്തിൽ തോർത്ത് കെട്ടിയിട്ട് ഒരു സൈഡിൽ ഇത് വെച്ചിട്ടൊക്കെ മീനെ മിണ്ടാതെ നിന്ന് എത്ര എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പിള്ളേർ രണ്ടുപേരും കൂടെ വെള്ളം മുഴുവനും കലക്കി അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ആകെ ബഹളം. ഞാനും ആളും അവിടെ നിന്ന് കൊതുകടിയും കൊണ്ട് കുറേ ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു. ഇങ്ങനല്ല, അങ്ങനെ ചെയ്യും, സൗണ്ട് ഉണ്ടാക്കാതിരിക്കുക. എവിടെ രണ്ടിനും ഭയങ്കര വെപ്രാളം, ഒരു രക്ഷയില്ല. അവസാനം പിന്നെ ഞാൻ കുഞ്ഞിനെ അവരെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് ഞാനും ആളും കൂടെ ഇറങ്ങി മീനെ പിടിച്ചോർണത്തിന് രണ്ടിൻ്റെയും കയ്യിൽ കൊടുത്തിട്ടാണ് ഒരുവിധം ഇതിന് കയറ്റിക്കൊണ്ട് പോയത്. അപ്പോഴത്തേനും പിന്നെ വിഷ്ണുവൊക്കെ വന്നു വിളിക്കാനായിട്ട്. അങ്ങനെ രണ്ടും ചെളിയിൽ നിന്ന് കയറി വന്ന് വീട്ടിൽ കുളിച്ച് പിന്നെ റെഡിയായിട്ട് വേണം ഇനിയിപ്പം ദേവനെ തിരിച്ച് അവരുടെ കൂടെ വിടാനായിട്ട്. അപ്പം അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ടാറ്റ, ബൈ, സീ യു.